ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളെല്ലാ മാസങ്ങളിലെയും വാഹനങ്ങളുടെ സെയിൽസ് ഒക്കെ നോക്കാറുള്ളതാണ്. പക്ഷേ നമുക്ക് കറക്റ്റായിട്ടൊരു വണ്ടിയുടെ സെയിൽ എങ്ങനെയാണ് പോകുന്നത്, അതുപോലെ ഒരു ലോങ് ടേമിലേക്ക് ഏത് വണ്ടിയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ ഹാഫ് ഇയർലി സെയിൽസോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇയർലി സെയിൽസോ ഒക്കെ നോക്കണം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ഫസ്റ്റ് ഹാഫിൽ വന്നിരിക്കുന്ന ടോപ്പ് 10 വാഹനങ്ങളുടെ സെയിൽസ് ആണ്. ഇത്രയും കാലം നമ്മുടെ ഈ ലിസ്റ്റിൽ, അതായത് ടോപ്പ് 10 ലിസ്റ്റിൽ നിന്ന് തന്നെ ചില മാസങ്ങളിലൊക്കെ ഔട്ടായി പോയിരുന്നൊരു വണ്ടിയാണ് നെക്സോൺ. പക്ഷെ എന്തായാലും ഇപ്രാവശ്യം നമ്മുടെ ഈ ലിസ്റ്റിൽ ടോപ്പ് 10 പൊസിഷനിൽ നിൽക്കുന്ന നെക്സോൺ തന്നെയാണ്. അതായത് 10ാമത്തെ പൊസിഷനിൽ നെക്സോൺ ആണ്. ഫസ്റ്റ് ഹാഫ് ഓഫ് 2024 ഈ വാഹനത്തിന് 80,326 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ലഭിച്ചത്. നമ്മളിനി ഇതിനെ 2023 ഫസ്റ്റ് ഹാഫിന് സെയിൽസ് വെച്ച്, അതായത് ഓൾമോസ്റ്റ് ഇയർലി സെയിൽസ് എന്ന് പറയാം, അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 87,501 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു ഇതിന് കിട്ടിയിരുന്നത്. അതായത് 7,175 വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. 8.2% ആണ് നെക്സോണിൻ്റെ ഡീഗ്രോത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ ഡീഗ്രോത്ത് വരാനുള്ള കാരണം പഞ്ച് തന്നെയായിരിക്കും. കാരണം പഞ്ചിൻ്റെ സെയിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ട് എന്ന് പറയാം. ആ കൂടിയിരിക്കുന്നത് നെക്സോണിൻ്റെ സെയിൽസ് കുറച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം 2024 സ്റ്റാർട്ടിങ്ങിൽ നെക്സോണിന് നല്ല സെയിൽ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് കുറഞ്ഞാണ്. ഇനി 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് തന്നെ കഴിഞ്ഞ വർഷം സ്റ്റാർട്ടിങ്ങിൽ പഴയ ജനറേഷൻ മോഡലും ഉണ്ടായിരുന്നു. ഈ അടുത്താണല്ലോ നമ്മുടെ പുതിയ ജനറേഷൻ വന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് എമൗണ്ട് മാത്രമേ ഈ ലിസ്റ്റിൽ ഉണ്ടാവുള്ളൂ. എന്തായാലും കഴിഞ്ഞ 2024 ഫസ്റ്റ് ഹാഫിൽ 84,172 വാഹനങ്ങളുടെ സെയിൽസ് ആണ് നമ്മുടെ സ്വിഫ്റ്റിന് ലഭിച്ചത്. 2023 ഫസ്റ്റ് ഹാഫിൽ 1,04,465 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ഇതിന് ലഭിച്ചത്. അതായത് ഈ വാഹനത്തിൻ്റെ കേസിൽ നമുക്ക് ഡീഗ്രോത്ത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. 20,293 വാഹനങ്ങളുടെ വ്യത്യാസവും 19.43% ഡീഗ്രോത്ത് റേറ്റും ആണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വണ്ടിയും കൂടിയാണ് സ്വിഫ്റ്റ്. ആകെപ്പാടെ 4 വാഹനങ്ങൾക്കാണ് ലിസ്റ്റിൽ ഡീഗ്രോത്ത് വന്നിരിക്കുന്നത്. അതിലൊന്ന് നമ്മുടെ നെക്സോൺ ആയിരുന്നു, പിന്നെ ഇപ്പോൾ കണ്ട നമ്മുടെ സ്വിഫ്റ്റ്. നെക്സോൺ ആക്ച്വലി തേർഡ് ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടിയാണ്. സ്വിഫ്റ്റ് ആണ് നമ്പർ 1 നിൽക്കുന്നത്. ഇനി അടുത്തതായി 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ സ്കോർപിയോ എന്നും ക്ലാസിക്കും രണ്ടിൻ്റെയും കൂടെ കമ്പൈൻഡ് സെയിൽസ് ആണ്. ഈ രണ്ട് വണ്ടികൾക്കും 2024 ഫസ്റ്റ് ഹാഫിൽ 85,326 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ലഭിച്ചത്. ഒരു കാര്യം ആലോചിക്കണം, സ്വിഫ്റ്റ് എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് ഇവിടെ ഉണ്ട് ആൻഡ് ഇഷ്ടം പോലെ സെയിൽസ് ഒക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വണ്ടിയാണ്. അതിൻ്റെ സെയിൽസിന് വരെ ഓവർടേക്ക് ചെയ്താണ് ഈ 30 lakhs വരെ ഓൺ റോഡ് പ്രൈസ് ടോപ്പ് ആൻഡ് വേരിയൻസിനൊക്കെ വരുന്ന നമ്മുടെ മഹീന്ദ്രയുടെ സ്കോർപിയോ ഇപ്പം ഇവിടെ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നതാണ്. എന്തായാലും 2023 ഫസ്റ്റ് ഹാഫിൽ 52,036 വാഹനങ്ങൾ സെയിൽസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. 33,290 വാഹനങ്ങൾ ഡിഫറൻസ് ഉണ്ട്. 63.97% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമുക്ക് ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ വെച്ച് മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വണ്ടി കൂടിയാണ് സ്കോർപിയോ. എന്തായാലും മഹീന്ദ്രയുടെ സ്കോർപിയോ സെയിൽസിൻ്റെ കാര്യത്തിൽ കുറേ കാലമായിട്ട് വളരെ നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ഇനി 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം എർട്ടിഗയാണ്. എർട്ടിഗയ്ക്ക് 87,842 വാഹനങ്ങൾ സെയിൽസ് ആണ് ഫസ്റ്റ് ഹാഫ് 2024 കിട്ടിയത്. 2023 ഫസ്റ്റ് ഹാഫിൽ 49,332 വാഹനങ്ങൾ സെയിൽസ് ആയിരുന്നു ലഭിച്ചത്. അതായത് എർട്ടിഗയ്ക്ക് ഇതിനു മുമ്പ് കുറച്ച് സെയിൽ കുറവായിരുന്നു. ഈ 2024 അത്യാവശ്യം നന്നായിട്ട് കൂടിയത്. 38,510 വാഹനങ്ങളുടെ വ്യത്യാസമുണ്ട്. 78.06% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ലിസ്റ്റിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് എർട്ടിഗ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എർട്ടിഗ എങ്ങനെയാണ് സ്വിഫ്റ്റിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് കയറിയെന്ന്. അതിൻ്റെ റീസൺ സ്വിഫ്റ്റിൻ്റെ പുതിയ ജനറേഷൻ മോഡൽ പെൻഡിങ് ആയി നിന്ന് തന്നെയാണ്. കാരണം കുറേ കാലത്തേക്ക് ആ ജനറേഷൻ പെൻഡിങ് ആയതുകൊണ്ട് അവർ പഴയ ജനറേഷൻ്റെ പ്രൊഡക്ഷൻ കുറച്ച് വന്നായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള സെയിൽസ് കുറച്ച് കുറവായതും ഇപ്പോൾ പിന്നെ പുതിയ ജനറേഷൻ വന്നു കഴിഞ്ഞപ്പോൾ സെയിൽ കൂടിയതും ഒക്കെ. എന്തായാലും ഇനി അടുത്തതായി 6th പൊസിഷനിൽ നിൽക്കുന്ന വണ്ടി നമ്മുടെ ബ്രസയാണ്. ബ്രസയ്ക്ക് കഴിഞ്ഞ ഹാഫ് ഇയർലി സെയിൽസിൽ 90,135 വാഹനങ്ങൾ സെയിൽസ് ആണ് കിട്ടിയത്. 2023 ഫസ്റ്റ് ഹാഫിൽ 82,183 വാഹനങ്ങൾ സെയിലുമാണ് കിട്ടിയത്. ഇവിടെയും ഗ്രോത്ത് ഉണ്ട്, പക്ഷേ 7,952 വാഹനങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ തന്നെ 9.68% ഗ്രോത്ത് റേറ്റേ വരുന്നുള്ളൂ. സോ ഗ്രോത്ത് ഉണ്ടെങ്കിലും ഭയങ്കര ഹൈ ഗ്രോത്ത് റേറ്റ് ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം നന്നായിട്ട് ഇതിൻ്റെ സെയിൽ ഹോൾഡ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് പറയാം. ഭയങ്കര വലിയ വ്യത്യാസമൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ ഈ ഹാഫ് ഇയർലി സെയിൽസിൽ നോക്കുമ്പം 9,000 ഡിഫറൻസ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ മന്ത് ഓൺ മന്തിൽ നോക്കുമ്പോൾ ഏകദേശം ഒരു 900 അടുത്തുള്ള ഡിഫറൻസ് ആണ് ഹാഫ് ഇയർലി സെയിൽസിൽ നമുക്ക് 9,000 എന്നൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണെന്നല്ല, ഞാനതൊരു ഉദാഹരണം പോലെ പറഞ്ഞതാണ്. ഇനി അടുത്തതായി 5th പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ ഹ്യുണ്ടായി ക്രെറ്റയാണ്. ക്രെറ്റയ്ക്ക് കഴിഞ്ഞ മാസം കഴിഞ്ഞ ഹാഫ് ഇയർലി സെയിൽസിൽ 91,348 വാഹനങ്ങൾ സെയിൽസ് ആണ് ലഭിച്ചത്. ഈ ഒരു പ്രൈസ് പോയിന്റിലും അതുപോലെ നമ്മുടെ അബോവ് മീറ്റർ കോമ്പാക്ട് SUVസിൻ്റെ സെഗ്മെൻറ്റിലും ഇത്രയും മുകളിൽ വരെ എത്തിയിരിക്കുന്ന ക്രെറ്റ തന്നെയാണ്. ഗ്രാൻഡ് വിറ്റാരയ്ക്കൊന്നും ഈ ഒരു റേഞ്ച് പിടിക്കാൻ പറ്റിയിട്ടില്ല. ആൻഡ് നമ്മളിപ്പം 2023 ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ 82,566 വാഹനങ്ങൾ സെയിൽസ് ആയിരുന്നു ക്രെറ്റയ്ക്ക് ആ സമയത്ത് ലഭിച്ചത്. പിന്നെ ഇതിന് ഈ അടുത്ത് നമ്മുടെ ഒരു പുതിയ ഫേസ് ലിഫ്റ്റ് അപ്ഗ്രേഡും കൂടെ കിട്ടിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സെയിൽ പിന്നെയും കുറയാതെ തന്നെ ഓൾമോസ്റ്റ് സെയിം ലെവലിൽ പിടിച്ചു വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതിന്.
പിന്നെ ഇതിൻ്റെ അകത്ത് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ 8782 വാഹനങ്ങളുടെ ഡിഫറൻസും ഗ്രോത്ത് റേറ്റ് 10.64% ആണ്. അങ്ങനെ ഭയങ്കര ഹൈ ഗ്രോത്ത് ഒന്നും പറയാനില്ല, പക്ഷേ സ്റ്റിൽ നല്ല സെയിൽസ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നത്. കുറ്റം പറയാനൊന്നുമില്ല ഇതിൽ. ഇനി 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഡിസയർ ആണ്. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടൊരു മേജർ ട്രെൻഡാണ് സ്വിഫ്റ്റിൻ്റെ സെയിൽസ് കുറഞ്ഞ് ഡിസയറിൻ്റെ സെയിൽ മിക്ക മാസങ്ങളിലും കൂടുക എന്നുള്ളത്. അതിപ്പോൾ ഹാഫ് ഇയർലി സെയിൽസിൻ്റെ കണക്കിലും വളരെ ക്ലിയർ ആയിട്ട് എവിഡൻ്റ് ആണ്. 2024 ഫസ്റ്റ് ഹാഫിൽ ഡിസയറിന് 93,781 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. സ്വിഫ്റ്റിനെ ഞാൻ വേണമെന്നൂടെ പറയും, 84,172 വാഹനങ്ങളായിരുന്നു അതിന് കിട്ടിയത്. ഇനി ഡിസയറിൻ്റെ തന്നെ 2023 ഫസ്റ്റ് ഹാഫ് സെയിൽസ് നോക്കുകയാണെങ്കിൽ 72,728 വാഹനങ്ങളുടെ ആയിരുന്നു. ഇതിലും അത്യാവശ്യം നല്ല രീതിയിൽ കുറവായിരുന്നു. 21,053 വാഹനങ്ങളുടെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. 28.95% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഈ ബാക്കി വണ്ടികൾക്ക് 60, 70 ഒക്കെ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഭയങ്കര ഹൈ ഗ്രോത്ത് പെർസെൻറ്റേജും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും കമ്പാരിറ്റീവ്ലി അത്യാവശ്യം നല്ല ഗ്രോത്ത് റേറ്റ് ഡിസയറിന് കിട്ടിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ 4ാമതായി ഏറ്റവും ഹൈസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടിയാണിത് എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ ടോപ്പ് 3ലേക്ക് കയറുകയാണ്. സോ 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കി ബലേനോ ആണ്. ബലേനോയ്ക്ക് 2024 ഫസ്റ്റ് ഹാഫിൽ 94,521 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ലഭിച്ചത്. 2023 ഫസ്റ്റ് ഹാഫിൽ 1,107 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ലഭിച്ചത്. അതായത് 5,586 വാഹനങ്ങളുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. 5.58% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ സെയിൽ കമ്പാരിറ്റീവ്ലി കുറയാണ് ചെയ്തത്. നമ്മൾ ഇതുവരെ കണ്ട മാരുതി വാഹനങ്ങളിൽ മിക്കതിൻ്റെയും സ്വിഫ്റ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ സെയിൽ കൂടുമായിരുന്നു ചെയ്തത്. പക്ഷേ സ്വിഫ്റ്റിനും അതുപോലെ തന്നെ ബലേനോയ്ക്കാണ് സെയിൽ ഇപ്പോൾ നമ്മൾ കുറഞ്ഞ കണ്ടത്. ഇപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടിയാണ് ബലേനോ. പക്ഷേ സ്റ്റിൽ 4 വാഹനങ്ങൾക്ക് ഡീഗ്രോത്ത് ഉള്ളതിൽ ഒരു വണ്ടി ബലേനോ ആണ് എന്ന് കൂടി നമ്മൾ പറയേണ്ടി വരും. ബലേനോ പോലെ തന്നെ 2024 ഫസ്റ്റ് ഹാഫിൽ സെയിൽ കുറച്ച് താഴോട്ട് പോയ വാഹനമാണ് വാഗണാർ. നമ്മൾ ഇതിൻ്റെ 2024 ഫസ്റ്റ് ഹാഫ് സെയിൽ എടുക്കുകയാണെങ്കിൽ 99,668 വാഹനങ്ങളുടെ ആണ്. ആൻഡ് 2023 ഫസ്റ്റ് ഹാഫ് സെയിൽസ് എടുക്കുകയാണെങ്കിൽ 1,09,278 വാഹനങ്ങളുടെ ആണ്. ഇവിടെയും 9,610 വാഹനങ്ങളുടെ ഡിഫറൻസും 8.78% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ 2ാമതായി ഏറ്റവും ഹയസ്റ്റ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് സ്വിഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ വന്നിരിക്കുന്നത് വാഗണാറിലാണ്. വാഗണാറിന് ഇടയ്ക്കൊക്കെ ഒരു കാലത്തൊക്കെ നമ്പർ 1 ബെസ്റ്റ് സെല്ലിംഗ് വാഹനം മിക്ക മാസങ്ങളിൽ ഇതായിരുന്നു. പക്ഷേ പിന്നെയാണ് ഒരു ചേട്ടൻ വന്ന് നൈസായിട്ട് ഇതിനെ എല്ലാത്തിനും ഇങ്ങോട്ട് തട്ടിയപ്പുറത്തോട്ടിട്ടിട്ട് നമ്പർ 1 പൊസിഷനിൽ കയറിയത്. ചിലപ്പോൾ ഏതാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണുമായിരിക്കും. ഇനി ഐഡിയ കിട്ടിയില്ലെങ്കിൽ ഞാൻ പറയാം, സംശയമൊന്നും വേണ്ട, നമ്മുടെ ടാറ്റ പഞ്ച് തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിലെ പൊതുവേ ഉള്ളൊരു വണ്ടികളുടെ സെയിലിൻ്റെ ട്രെൻഡ് മാറ്റിയ വണ്ടിയാണ് പഞ്ച്. കാരണം മിക്ക മാസങ്ങളിലും നമ്പർ 1 ബെസ്റ്റ് സെല്ലിംഗ് വാഹനം മാരുതിയുടെ ഏതെങ്കിലും വണ്ടിയായിരിക്കും. പക്ഷേ ടാറ്റയുടെ പഞ്ച് EVയും അതുപോലെ CNGയും പിന്നെ ഇലക്ട്രിക് അതുപോലെ പെട്രോൾ ഇതെല്ലാം ഇറക്കിയതിന് ശേഷം ഈ വാഹനം ഇപ്പോൾ നമ്പർ 1 നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ മാസങ്ങളായി. ചില മാസങ്ങളിൽ വാഗണാറോ ബലേനോ ഒക്കെ ഓവർടേക്കും. ബട്ട് സ്റ്റിൽ ഭൂരിഭാഗം മാസങ്ങളിലും 2024 ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടിയതിനാണ്. അതുകൊണ്ട് തന്നെ 2024 ഫസ്റ്റ് ഹാഫിൽ 1,10,308 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. അതായത് 2023 ഫസ്റ്റ് ഹാഫിൽ വന്ന് വാഗണാറിൻ്റെ സെയിലിനേക്കാൾ കൂടുതലായിരുന്നു ഇതിന് 2024 ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ സെയിൽ. അതായത് കഴിഞ്ഞ വർഷം ഇത്രയും സെയിൽ കിട്ടിയാൽ പോലും ഈ വണ്ടി നമ്പർ 1 ആയനെ. ഇതിൻ്റെ 2023 ഫസ്റ്റ് ഹാഫിൻ്റെ സെയിൽ നമ്മുടെ പഞ്ചിന് വന്നിരിക്കുന്ന വെറും 67,117 വാഹനങ്ങളുടെ ആയിരുന്നു. അതായത് 2023 പഞ്ച് അത്യാവശ്യം അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു. 24 കയറി ഇങ്ങോട്ട് പിടിച്ചു. ഡിഫറൻസ് വന്നിരിക്കുന്നത് 43,191 വാഹനങ്ങളുടെയും ഗ്രോത്ത് പെർസെൻറ്റേജ് 64.35% ആണ്. നമുക്ക് ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ 2ാമതായി ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന പഞ്ചിലാണ്. ഇതിനെപ്പറ്റി എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല, കാരണം പഞ്ച് ഇപ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റ് ഇവിടെ ഹോൾഡ് ആക്കിയിട്ടുണ്ട്. ഗൈസ്, ഇതാണ് 2024 വന്ന ടോപ്പ് 10 വാഹനങ്ങളുടെ സെയിൽസ് വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.